പറ്റി എല്ലാവർക്കും അറിയാം. എന്നാൽ സീ പിഗിനെ പറ്റി എത്ര പേർക്കറിയാം? സീ പിഗ് നീക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ജീവിനെയാണ് ഓർമ്മ വരുന്ന. എന്നാൽ ഇങ്ങനെയല്ല. സീ കുക്കുംബറിനെ പോലെ കടലിൻ്റെ അങ്ങ് അടിത്തട്ടിൽ ഒരു ചെറിയ ജീവിയാണ് ഈ സീ പിഗ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീ പിഗുകൾ ലോക സമുദ്രത്തിൻ്റെ ആഴക്കടൽ പ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത്. സാധാരണയായി 1000 മുതൽ 5000 മീറ്റർ ആഴത്തിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലാണ് ഇവയെ കാണപ്പെടുന്നത്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള സോഫ്റ്റ് സെഡിമെൻറ്റ് അല്ലെങ്കിൽ മണ്ണ് പ്രദേശങ്ങളിൽ കൂടുതലായി ജീവിക്കുന്നവയാണിവ. ശരീരത്തിൻ്റെ രൂപം വലിയ സീ കുക്കുംബർ പോലെയാണ്, പക്ഷേ നട്ടലില്ലാത്ത മൃദുവായ ജെല്ലി പോലെ തോന്നുന്നു. ശരീരനിറം വെളുത്ത ഇളം പിങ്ക് അല്ലെങ്കിൽ സ്വല്പം ചാരനിറത്തിൽ കാണാം. 6 തൊട്ട് 10 കാലുകൾ പോലെയുള്ള ട്യൂബ് ഫിറ്റ് നടക്കാനും ഭക്ഷണം തേടാനും ഉപയോഗിക്കുന്നു. മുൻവശത്ത് ചെറിയ ടെൻറ്റക്കിൾസ് പോലെയുള്ള പ്രൊജക്ഷൻസ് ഉണ്ട്. അത് മണ്ണ് ചാഞ്ഞെടുക്കാനും ഭക്ഷണം കണ്ടുപിടിക്കാനും സഹായിക്കുന്നു. ശരീരം വളരെ മൃദുവും വെള്ളം നിറഞ്ഞതുമാണ്. ഇത് ഡീപ് സീയിൽ ഹൈ പ്രഷറിൽ പൊട്ടാതെ നിൽക്കാനായി സഹായിക്കുന്നു. ഇവ ഡെട്രിറ്റിവോറസ് ആണ് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള ഡെഡ് പ്ലാന്റ്സ്, ആനിമൽസ്, ഓർഗാനിക് പാർട്ടിക്കിൾസ് എന്നിവയാണ് ഇവയുടെ ഭക്ഷണം. മണ്ണ് വായ്ക്കുള്ളിൽ കൊണ്ടുപോയി അതിൽ നിന്ന് പോഷകാഹാരം എടുത്തതിന് ശേഷം ബാക്കിയുള്ള മണൽ പുറത്തേക്ക് വിടുന്നു. ഇവ വളരെ പതുക്കെ സഞ്ചരിക്കുന്നവയാണ്. വലിയ കൂട്ടമായി ജീവിക്കുന്നത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും 100 കണക്കിന് സീ പിഗുകൾ ഒരുമിച്ച് അടിത്തട്ടിൽ നടക്കും. ഭീഷണി ഉണ്ടായാൽ ട്യൂബ് ഫിറ്റ് ഉപയോഗിച്ച് ചുരുങ്ങിയ ദൂരം മാറും. പക്ഷേ വേഗത്തിൽ ഓടാൻ ഇവയ്ക്ക് കഴിയില്ല. മനുഷ്യർക്ക് ഇവയെ കൊണ്ട് നേരിട്ട് ഉപയോഗമില്ലെങ്കിലും ഡീപ് സീ എക്കോസിസ്റ്റത്തിന് ഇവയെ കൊണ്ട് നല്ല ഉപയോഗമുണ്ട്. ന്യൂട്രിയൻ റീസൈക്ലിങ്ങിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് ഈ സീ പിഗുകൾ. സീ പിഗ് എന്ന പേര് വെറും രൂപം കൊണ്ടുള്ളതാണ്. ഇവയ്ക്ക് പന്നിയുമായി ബന്ധമൊന്നുമില്ല. അതുപോലെ ചിലപ്പോൾ മറ്റു ചെറുമീനുകളും പാരസൈറ്റും സീ പിഗിൻ്റെ ശരീരത്തിന് മുകളിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വിചിത്രമായ ഡീപ് സീ ജീവികളിൽ ഒന്നായി ശാസ്ത്രജ്ഞർ ഇവയെ പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻറ്റും കൂടെ ചെയ്യുക.